ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് എന്താ ആന്റി? പൊന്നു പൊന്നു കിന്നു ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ കല്യാണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വേണ്ട. അരവിന്ദൻ എന്താ പറ്റിയത്? കല്യാണം വേണ്ടെന്നോ? അതെ, എന്തിനാ കല്യാണം നടന്നില്ല? ഞാൻ ചോദിച്ചതിനല്ലല്ലോ അരവിന്ദ് മറുപടി പറയുന്നത്. ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരവിന്ദ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അഭിനയിക്കുന്നോ? ഞാൻ എന്തിനു അഭിനയിക്കണം? കല്യാണം കഴിക്കാൻ വേണ്ടി അഭിനയം, എന്നെ ഇഷ്ടമുള്ളതുപോലെ കാണിച്ച് മറ്റൊരു അഭിനയം, ഇതൊക്കെ എന്തിനാ? മോനെ, എന്തു പറ്റിയ നിനക്ക്? മോനെ വിളിയൊക്കെ മതി, ഇപ്പൊ നിർത്തിക്കോണം. ആന്റി, എന്താ ഉണ്ടായത്? അരവിന്ദ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉണ്ടായിരുന്നെന്താന്ന് ഞാൻ കാണിക്കാം. ഇതാ ഉണ്ടായത്. ഈ പാസനം കണ്ടല്ലോ, ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ മേഡത്തിന്. എന്തിനാ മേഡം ഇങ്ങനെ ചെയ്തത്? എന്തിനാ മേഡം ഇങ്ങനെ ഒരു നെറുകെട്ട കാര്യം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ മുഖത്ത് കരിവാരി തേച്ചില്ലേ? എന്റെ മുഖത്തല്ല, ശരീരം മുഴുവനും. അരവിന്ദ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഇനി എന്താ പറയാനുള്ളത്? പറയാനുള്ളത് ദാ ഈ കിടക്കുന്ന പാസരത്തിൽ നിന്ന് മനസ്സിലായി. കുറെ കേട്ടു ഞാൻ. കേട്ടിട്ട് മനസ്സും ശരീരവും തളർന്നിരിക്കാൻ ഞാൻ. സ്നേഹത്തോടെ കാലിലിട്ട് കൊടുത്ത പാദസര ഊരി വലിച്ചെറിഞ്ഞവള് നീ കിടന്ന താലി കഴുത്തിലിട്ടു നടക്കുന്ന ചോദിച്ചത്. വേറെ ആരുമല്ല, എന്റെ സ്വന്തം അനിയൻ. ആ ചോദ്യത്തിന് മുന്നിൽ നാണം കെട്ട് തല കുടിച്ച് നിൽക്കേണ്ടി വന്നെനിക്ക്. അരവിന്ദ്, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഒരുപാട് മോഹിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ആ പാസരം മേടത്തിന് കാലിട്ട് തന്നത്. ഞാൻ പോയി കഴിഞ്ഞത് രാജശ്രീക്ക് ഭിക്ഷയായി കൊടുത്തു. അത് ഞാൻ അറിഞ്ഞപ്പോ ആ നിമിഷം ചത്തുപോയിരുന്നെങ്കിൽ ഒന്ന് ഓർത്തുപോയി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അരവിന്ദ്. പൊന്നെ, ആ ഭിക്ഷക്കാരുടെ പാത്രത്തിലേക്ക് പാദസരം ഇട്ടു കൊടുക്കുന്നത് കണ്ട് ആ തുണിക്കച്ചവടക്കാരി അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് ഇവനെ നാണം കെടുത്തി. ആകാശം അത് ഏറ്റുപിടിച്ചു. പാദസരം മോക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അത് എന്നോടും ഇവനോടും പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ ആന്റി, അരവിന്ദ്, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ? അതോ ഇനിയുണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടെ പറ. ഞാൻ എല്ലാത്തിനും കൂടി ഒരുമിച്ച് മറുപടി പറയാം. ഇതിനപ്പുറം എന്ത് പറയാനാ?